നമ്മളിപ്പോ ചീഞ്ഞ് നാറുമേ പുലിക്കൊക്കെ ഇട്ടോ പേടി അവിടെ കുളിപ്പിച്ചു അവന്മാര്. മച്ചാൻ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാമത്തെ റൗണ്ടാണ്. ഇനിയും കുളിപ്പിക്കുമെന്ന് അറിയില്ല. നേരത്തെ ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്ക് പോയായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാ ചെയ്യണേന്നുള്ളത് അറിയാൻ പാടില്ല. നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ ബ്ലാക്ക് ബെറി നിൽക്കുന്ന സാധനം കണ്ടിട്ടോ. ബ്ലാക്ക് ബെറി, അതായത് ഇവിടെ യോഹനാസ് ബിയർ എന്നൊക്കെ ഒരു സാധനമാണ്. ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്തോന്നുള്ളൂ. അപ്പോൾ ഞാനിന്ന് ജർമ്മനിയിലല്ല, നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ്. റെയിൻഫാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് വന്നിട്ടുള്ളത്. മലേഷ്യൻ ട്രിപ്പിന് ശേഷം നമ്മൾ ട്രിപ്പൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജർമ്മനിക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മ്യൂണിക്കിൽ നിന്ന് നമുക്കൊരു 5 hours ജേണി 5 പൈസ ഇല്ലാതെ നമ്മുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ജർമ്മനിയിൽ നോർമലി യൂസ് ചെയ്യുന്ന മന്ത്ലി ടിക്കറ്റ്. ആ മന്ത്ലി ടിക്കറ്റ് വെച്ചിട്ട് 5 പൈസ ചിലവില്ലാതെയാണ് ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ടുള്ളത്. അത് രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുള്ളൂ നമ്മൾ സ്ഥലത്തെത്തി. എന്നിട്ട് നമ്മൾ ആ റെയിൻഫാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ട്, അത് കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം സിമോയും കൂടി വന്നിട്ടുണ്ട്, എൻ്റെ റൂംമേറ്റാണ്. അപ്പോൾ ഇതാ ബ്ലൂബെറി കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഓൺ സ്റ്റേജ് ഈസ് ചെറി. ഫുൾ ചെറി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട് റോട്ടിൽ ഫുള്ള് വീണ് കിടക്കുന്നു. ബ്ലാക്ക് ബെറി കഴിഞ്ഞു, അതാ ചെറി. അപ്പോൾ ഞാൻ മ്യൂണിക്കിൽ നിന്ന് സ്വിസ് വരെ വന്ന കണക്ഷൻ ജസ്റ്റ് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നുള്ളൂ. മ്യൂണിക്കിൽ നിന്ന് ഉളുമ്പിലേക്ക് വന്നു. ഉളുമ്പെന്ന് പിന്നെ വേറെ ഒരു RB പിടിച്ചിട്ട് ഷാഫ്ഹൗസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് വന്നു. അവിടെ നിന്ന് ഷാഫ്ഹൗസൻ സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ്. അവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു S-Bahn പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റെയിൻഫോളിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 3 ട്രെയിൻ കയറി കഴിഞ്ഞാൽ നമുക്ക് മ്യൂണിക്കിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് എത്താം. പിന്നെ അതാ ഇവിടെ ഈ ബ്ലൂമൻ എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ പൂന്തോട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടികളും സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ ഇവിടുന്ന് എടുത്തോണ്ടോ അല്ലെങ്കിൽ പറിച്ചിട്ടോ പോകാം. എന്നിട്ട് ഇവിടെ വേറെ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ അതിൻ്റെ പൈസ എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ ആ ബോക്സിൽ പൈസ ഇടുക, നമുക്ക് ആവശ്യമുള്ള ചെടിയോ പൂവോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇവിടെ സെയിൽസ്മാനോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആൾക്കാരോട് വെച്ചിട്ട് പോയിക്കണു. കുറേ ചെടികളുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അവിടെ പോവുക, നമുക്ക് ആവശ്യമുള്ള ചെടികൾ ഇഷ്ടമുള്ളത് എടുക്കുക. എൻ്റെ പേരും കാര്യങ്ങളൊക്കെ റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആ ബക്കറ്റിൽ പൈസ വയ്ക്കുക, പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ്ട് ഓൺലൈനിലും ചെയ്യാം, ഇതിലും ചെയ്യാം. അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതാ നമ്മൾ ബ്ലൂമൻ്റെ ഇത് കാണിച്ചില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതവിടെ ചോളം കൃഷി ഉണ്ട്. ശരിയാ, ചോളം ഗോതമ്പല്ല, ചോളം. എൻ്റെ മുന്നോ നേരത്തെ ഈ സാധനം പിടിച്ചിട്ട് ഇവൻ ചോളം നല്ല ഗോതമ്പെന്ന് പറഞ്ഞാൽ എന്നിട്ട് താഴെ നോക്കിയപ്പോൾ ചോളം. എന്നിട്ട് രണ്ടാമത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറയാതെ ഹൈബ്രിഡാണ്, ഇതിൽ രണ്ടും ഉണ്ടാവും. അതെ, ഹൈബ്രിഡാ. ഇവിടെ മേലെ ഗോതമ്പുണ്ടാവും, താഴെ ചോളം ഉണ്ടായി തന്നെയല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ റെയിൻഫോളിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. വെൽക്കം ഇൻ റെയിൻഫോൾ സ്ലോ ഫെൻ. ഓക്കെ, ഇപ്പം വരുമ്പോൾ അതാ വേറെ പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. പെയിൻറ്റിങ്സ് ഞാൻ ആദ്യം കാണാൻ മറന്നു. നമ്മുടെ റെയിൻഫോളിൻ്റെ പെയിൻറ്റിങ്സ് ആണ് അതൊക്കെ. നിറച്ച ആൾക്കാരാണ്, എന്തോരോ ആൾക്കാരെ തന്നെയാണെന്ന് അറിയാം. ഇപ്പം നമ്മൾ വേറൊരു സ്ക്വയറിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് കാണാം എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് എന്നാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ടല്ലേ. ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളി പിള്ളേരെ തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെ പോകുന്നു, ഒരു 5 പേര്. അവിടെ ഉണ്ടോ മനോഹരമായ വ്യൂ. ഇതൊരു ട്രെയിൻ, സ്വിസ്സിൻ്റെ ഒരു ട്രെയിൻ പോകുന്നു. നല്ല രസമുണ്ടല്ലേ. അത് നമ്മളെ വഴിക്ക് ഞാൻ വന്നേട്ടോ. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് വീഡിയോസ് ഒന്നും എടുത്തില്ല, ഉറങ്ങായിരുന്നു ഫുൾ ടൈം.
അപ്പോൾ നമ്മൾ 5 സ്വിസ് ഫ്രാങ്കിൻ്റെ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 10 സ്വിസ് ഫ്രാങ്ക് എടണല്ലേ ആവല്ലേ. ഓക്കെ, റെയിൻഫോളുടെ ഇതാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട്, ഇവിടെ നിന്ന് ഇതെടുത്തിട്ട് പോകാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ മതിൽക്കെട്ടിൻ്റെ പുറത്തേക്ക് എത്തി. യെസ്, ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇവിടുന്ന് കറങ്ങി പോകുന്നതായിരിക്കും. ഇതേ അപ്പോൾ ഇവിടെ നിന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള റെയിൻഫോളിൻ്റെ വ്യൂ. നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഓരോരോ വ്യൂസ് ഉണ്ട്, ഓരോ വ്യൂ പോയിന്റുകളുണ്ട് കോർണറിലായിട്ട്. നല്ല രസമാണ്. നമുക്ക് ഇവിടേക്ക് ഈ തുമ്പത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എടാ അവിടേക്ക് എങ്ങനെയാടാ വഴി ഉണ്ടോ? നമ്മൾ കറങ്ങി അവിടെ വരെ എത്തുമോ? ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷയമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അപ്പുറ സൈഡിൽ നിന്നായിരിക്കും. നോക്കാം ഗൈസ്. മഴയും പെയ്തായിരുന്നു രാവിലെ. ഓ, സിനിമ നോക്ക്, കാണണ്ടോ? ഇല്ല ഒന്നുമില്ല. ഓ പറ്റിച്ച് ഗൈസ്, ലെൻസ് ഒന്നുമില്ല. ഇങ്ങനെ നോക്കണം നമ്മൾ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ എന്ത് വലിയ വാട്ടർഫോളാന്നൊക്കെ. ഞാൻ പറയണ ശബ്ദം കേൾക്കണ്ടോന്ന് അറിയില്ല. മാക്സിമം മൈക്ക് ഞാൻ നീക്കി പിടിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിൻ്റെ സൗണ്ട്, ഇതിൻ്റെ വലുപ്പം എങ്ങനെ മനസ്സിലാക്കി. ഭയങ്കര റേഡിയസിൽ പരന്നിട്ടാണ് കേട്ടോ. ആ കണ്ടതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഞാൻ കണ്ടതനുസരിച്ചിട്ട് അവിടെ നമ്മൾ ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് പോയിട്ട് അവിടെ ബോട്ടിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ബോട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു എൻട്രൻസ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ആൾക്കാരെ കൊണ്ടു നിർത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ വ്യൂ പോയിന്റിലേക്ക് ഈ ഫ്ലാഗ് ഉള്ളതിൻ്റെ അവിടേക്ക് പോകാൻ തോന്നുന്നു. അല്ലാതെ ഇവിടുന്ന് നടന്ന് അവിടേക്ക് എത്താനുള്ളൊരു വഴി ഞാൻ കാണുന്നില്ല. കണ്ടോ, ബോട്ടൊക്കെ പോകണമെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷറിൽ തന്നെ കുറേ ആൾക്കാരും പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് സൺഡേ ആയതുകൊണ്ട്. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. ആൾക്കാരൊക്കെ നോക്കിയേ, ആ ആൾക്കാരുടെ വലുപ്പവും ഈ ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ വാട്ടർഫോളിൻ്റെ സൈസ് മനസ്സിലാവും. വീഡിയോയും ഫോട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ്. നമുക്ക് അവിടേക്കും പോവാം. ഇവിടെ നിന്ന് കറങ്ങി താഴെ പോയിട്ടാണ് നമ്മൾ ആ വാട്ടർഫോളിലെ വ്യൂക്ക് എത്തുക. നേരെ എക്സിറ്റ് എടുത്തിട്ട് വരുമ്പോഴുള്ള വേറൊരു വ്യൂ പോയിന്റ് ആണുള്ളത്. നമ്മളതിൻ്റെ താഴെ ഏറ്റവും താഴെയുള്ള ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ മേലെ നിന്ന് കണ്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഈ സ്ഥലം. കണ്ട വെള്ളച്ചാട്ടം നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ള പോലെ ഫ്ലാഗിൻ്റെ അടിയിലെത്തി നമ്മൾ അല്ലേ. പിന്നെ ഇപ്പോൾ ഇതാ ബോട്ട് ട്രിപ്പിൻ്റെ അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്.
ഇവിടുന്ന് ബോട്ട് ട്രിപ്പിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീമ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒരു വന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. നിലത്തൊരു പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് എല്ലാം ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ടൂറിസം നടത്തുന്ന ഒരു സെറ്റപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അടിപൊളിയാണ്, ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല. എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഈ ഗവൺമെൻറ്റും കൺട്രിയും നമുക്ക് തരുന്നുണ്ട്. സീമ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പേർക്ക് 22 അല്ല ഏടാ 22 സ്വിസ് ഫ്രാങ്കാണ് ആയിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ആ സൈഡിലേക്ക് പോയിട്ട് ആ ബോട്ടിങ്ങിൻ്റെ അവിടുന്ന് നീല ബോട്ട് എടുത്തിട്ട് നമ്മൾ കറങ്ങും. അതിൻ്റെ റൂട്ടും കാര്യങ്ങളാണ് നമ്മൾ ലോങ്ങസ്റ്റ് റൂട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി കഴിച്ച് ഇനി ഇവിടുന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് വേറെ ബോട്ടിൽ കയറും. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ബോട്ട് ഇതാ വന്നേക്കുന്നു. ഇതാ ഈ നീല ബോട്ടിലേക്ക് കയറുന്ന കേസ്. ഇത് ഓപ്പൺ ബോട്ടാണേ. ഇതിലാണ് നമ്മൾ ഇനി കറങ്ങാൻ പോകുന്നത്. അതെ, നമുക്ക് വിട്ടുന്നത് അത് പറയാം. ഉള്ളിലേക്ക് വേണ്ട അവിടെ ഇരിക്കാം. ഡ്രൈവർ മച്ചാനൊക്കെ ഉണ്ട്. നമ്മളിനി കറങ്ങാൻ പോവാണെങ്കിൽ കറങ്ങി വരാം. അപ്പോൾ കൈസ് നമ്മൾ അവിടെ നിന്നാണ് ഫസ്റ്റ് ബോട്ട് എടുത്തത്. അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി അവിടെ ഒരു പാലമുണ്ട്, അവിടെ വരെ പോയി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് പിന്നെ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ കറങ്ങി നമ്മൾ റെയിൻഫോളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്ത സ്ഥലം ഇതിൻ്റെ മേലെന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത്. ഷ്ലോസ് ആ മതിലുകളൊക്കെ ഇവിടുന്ന് ഇതാടാ നമ്മൾ അവിടെ നിന്ന് നോക്കിയിരുന്ന ആ ഒരു ഹോളൊക്കെ. അവിടെ നിന്ന് ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കൊണ്ടുപോകാനായിരിക്കും. നമ്മൾ യങ്സ്റ്റേഴ്സ് സ്റ്റെപ്പ് കയറി തന്നെ താഴേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇതാ കണ്ടോ, നേരത്തെ നമ്മൾ അവിടെയൊക്കെ പോയി നിന്നായിരുന്ന എൻ്റെ മോനെ. എടാ നമ്മളതിന് ഇടിച്ച് കയറ്റും ഇതിൻ്റെ ഉള്ളിക്ക് കേട്ടോ. നമ്മളതിന് ഇതിൻ്റെ ഉള്ളിക്ക് കൊണ്ടുപോകണം ഗൈസ്. ഓ മൈ ഗോഡ്, കാറ്റ് 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 കാറ്റ്. അയ്യാ ഗൈസ് നമ്മളിപ്പോ ചീഞ്ഞ് നാറുമേ. കുരുക്കൊക്കെ ഇട്ടോ പേടി അവിടെ. അയ്യാ എന്റെ പൊന്നോ, നനഞ്ഞ് കുളിപ്പിച്ചോ മാര്. ഇതാ നമ്മളതിനെ രണ്ടാമത്തെ റൗണ്ട് ഇതേ മച്ചാൻ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാമത്തെ റൗണ്ടാണ്. ഇനിയും കുളിപ്പിക്കുമെന്ന് അറിയില്ല. നേരത്തെ ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്ക് പോയായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാ ചെയ്യണേന്നുള്ളത് അറിയാൻ പാടില്ല. നോക്കി നോക്കാം. ഒന്നും കൂടി കുളിപ്പിക്കാനായിട്ട് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കുളിയും കുളിച്ച് ഇതേ കണ്ടോ, അവർ അത്രയും അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. വാട്ടർഫോളിൻ്റെ ഉള്ളിലേക്കാണ് ഇടിച്ച് കയറ്റാൻ പോണേ. അമ്മേ സീനാണ് ഗൈസ്. കണ്ടോ ആ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുളിപ്പിച്ചു തുടങ്ങി എന്റെ പൊന്നോ ഗൈസ്. വിഷയ എക്സ്പീരിയൻസ് ആണ്. അതായത് സീമോയൊക്കെ ഇവിടെ മഴ. എന്റെ മോനെ കുളിപ്പിച്ചു. സിമ കുളി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, ഫുള്ള് കുളിപ്പിച്ചു എല്ലാവരും. പക്ഷെ നല്ല ഈ വെയിലത്ത് ഇങ്ങനെ ഒരു സ്പ്രേ അടിച്ച പോലത്തെ ഒരു അവസ്ഥ കിട്ടുന്നത് നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ് അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഇത്ര നേരം വെയിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിച്ചോണ്ടിരുന്നു. നമ്മുടെ ഓപ്പൺ ബോട്ട് ഇപ്പോൾ ക്ലോസ് ആക്കി. ബിക്കോസ് നേരത്തെ നോക്കൂ, മഴക്കാർ 5 മിനിറ്റിൽ വെതർ മാറുന്ന രാജ്യമാണ് യൂറോപ്പ്. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ മച്ചാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പ്രൂഫൊക്കെ നിവർത്തി സെറ്റപ്പ് ആക്കുന്നുണ്ട് നമ്മുടെ പുതിയ കുഞ്ഞു ക്യാപ്റ്റൻ. നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സോവനിയർ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് സ്വിറ്റ്സർലാൻഡിലെത്തി എന്നുള്ളതിനൊരു തെളിവ് വേണ്ടേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഫ്രിഗ് മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം.
സിമോ എന്താ നമുക്ക് ഇത് മേടിക്കാം. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ്, സ്വിറ്റ്സർലാൻഡിൻ്റെ. ഇത് പറഞ്ഞാൽ വേറെ കിട്ടിയിട്ടുണ്ട്. ഇത് റെയിൻഫോളിൻ്റെ സ്വിറ്റ്സർലാൻഡ്. അത് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ നീക്കാൻ പറ്റും. ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇത് മറ്റേ നമ്മുടെ ആട്ടുംകുട്ടികളുടെ പശുക്കുട്ടികളുടെ കഴുത്തിലിരുന്നാണ്. ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ കണ്ടംകളി. വെള്ളത്തിൽ ഫുട്ബോൾ കളിക്കുന്നത്. പ്രാവോ ഇതാ മീമി മീമി മീമി. ഈ വണ്ടി നോക്കൂ. ഹായ് പട്ടികൾ. നല്ല നൈസ് വണ്ടിയല്ലേ. ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള അടിപൊളി ട്രെയിൻ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതെ, പട്ടികളെയും കുട്ടികളെയും കൊണ്ട് നടക്കാനുള്ള അവരുടെ ടാറ്റിക്സ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അതിനുശേഷം എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇപ്പോൾ വെറും ടൈം 3 മണി 3:30 ആയിട്ടുള്ളൂ ചേർന്നിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് ഗൈസ്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വണക്കം. അപ്പോൾ നമ്മൾ വിശന്നിട്ട് റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഐ മീൻ കുഞ്ഞു കുഞ്ഞു ഫുഡുകളും സ്നാക്സും സാധനങ്ങളും മാത്രമല്ല, ശരിക്കും മീലായിട്ട് കഴിക്കാനുള്ളതൊന്നും കാണുന്നില്ല. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ 3 മണിയായി. വിശക്കുന്നു ഗൈസ്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഹോട്ട് ഡോഗ് ഉണ്ട്. ഹോട്ട് ഡോഗ് മേടിച്ച് തിന്നുണ്ട്. വേറെ ഒന്നും കാണില്ല ഗൈസ്. നമുക്കൊന്നും കിട്ടാണ്ട് ഇവിടുന്ന് 2 ഹോട്ട് ഡോഗും പിന്നെ ഇവിടുന്ന് ഒരു സ്വിസ് ബിയറാണത്, ഫുൾസേ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിശന്ന് വലഞ്ഞിട്ട് ഒന്നും കിട്ടാണ്ട് ഹോട്ട് ഡോഗ് മേടിച്ചിട്ടുണ്ട്. റെയിൻഫാൾ അല്ലേ ലൈഫ് തന്നെ. നമ്മൾ ഹോട്ട് ഡോഗ് മേടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഹോട്ട് ഡോഗ് കഴിക്കാൻ വേണ്ടി വരണോക്ക്. ഇത് സിമോ ഉണ്ടോ. സ്വിസ്സിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഇത്. ഇലക്ട്രിക് ബസ്സുള്ളൂ. അതൊക്കെ ചാർജ് ചെയ്യണുണ്ടോ സിമോ? മേലെ സ്ട്രീറ്റ് തന്നെ കേട്ടോ. എന്തൊരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്ന് മ്യൂണിക്കിൽ നിന്ന് ഇതേവിടെ റെയിൻഫോൾ ഷാഫ്ഹൗസൻ വരെ വന്നതും ഷാഫ്ഹൗസൻ നിന്ന് റെയിൻഫാൾ വരെ ബസ്സിൽ ട്രാവൽ ചെയ്തതും തിരിച്ച് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് ഇനിയിപ്പോൾ മ്യൂണിക്കിലേക്ക് പോകാൻ പോകുന്നതും നമ്മൾ ഈ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ടാണ്. നമ്മൾ വേറെ 1 രൂപയ്ക്ക് ടിക്കറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടില്ല. അതായത് നമ്മൾ മന്ത്ലി നോർമലി ജീവിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ എടുക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ടിക്കറ്റ് വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡ് വരെ വന്നിട്ടുള്ളത്. അപ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്നവർക്കും ഭാവിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്കും എന്തായാലും വരാവുന്ന സ്ഥലമാണ്. മാക്സിമം നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന കൺട്രികളൊക്കെ പോയി വരാം. സോ ഇത് നമ്മൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് വന്നതാണ്. 1 ഡേ ട്രിപ്പിന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കപ്പിളായിട്ടും വരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ റെയിൻഫോൾ ഇൻ സ്വിറ്റ്സർലാൻഡ്. ഇനി ഇതുപോലത്തെ ട്രാവൽ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. സിമ ഒരു കടയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. വേറെ മൂന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് കോളിയിലാവ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുത്ത് ഇറക്കട്ടെ ഗൈസ്.